കള്ളു കുടിച്ച ആളുകൾക്ക് 20 അടി ചാട്ടവയറുകൊണ്ട് പുറത്തടിച്ച് പുറത്തടി. അവിടുത്തെ അടി ഇവിടുത്തെ അടി മുതൽ അവിടുത്തെ ഒരു റിയാലന്നെ 20 ഉറുപ്പ്യന്റെ വർക്കത്ത്. ഒരു അടിന്റെ വർക്കത്ത് എത്ര ഉണ്ടോ? നമ്മക്ക് തിരിച്ചാൽ മതി. ഓലൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. 20 അടി. അങ്ങനെ ഇവിടെ 3-4 ശിക്ഷിക്കാനുള്ള പിറ്റേ ദിവസം പെണ്ണിന്റെ തലേ ദിവസമാണ് അവിടുത്തെ രാജാവിന് ആൺകുട്ടി പറഞ്ഞ് പേരക്കുട്ടി. അപ്പൊ അയാള് സന്തോഷമായി. കാരണം ഇതുവരെ ഒരു പേരക്കുട്ടി ഇല്ലായിരുന്നു, ഒരു ആൺകുട്ടി ഇല്ല എന്നുള്ള ടെൻഷൻ ഉണ്ടായി. ഒരു പേരക്കുട്ടി ഉണ്ടായപ്പോ ഇയാൾക്ക് ഒന്നുകൂടി സന്തോഷമായിട്ട് അയാളൊരു പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ ശിക്ഷ നടപ്പാക്കേണ്ട ആൾക്കാർക്കൊക്കെ ശിക്ഷന്റെ മുമ്പ് എന്തെങ്കിലും ഇളവ് നമ്മളോട് ചോദിക്കുന്ന ഇളവ് നമ്മൾ എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കും. ഒരു ഓഫർ സന്തോഷത്തിന്റെ. അങ്ങനെ പിറ്റേ ദിവസം ഇവ 3 അടിച്ചാൻ കൊണ്ടുവന്നപ്പോ ഇന്ത്യനേഷ്യക്കാരനോട് ഇങ്ങനെ വിഷയം പറഞ്ഞു, അടി തുടങ്ങാണ്, എനിക്ക് എന്തെങ്കിലും ഓഫർ വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. അപ്പൊ ഓന്റെ ആ ഭാഷ നിങ്ങൾക്ക് തിരിയാത്തോണ്ട് ഞാനേ പറയില്ല. ഓൻ പറഞ്ഞു, ഏതായാലും അടി കിട്ടുന്നുള്ള ഉറപ്പാ, നിങ്ങൾ അടിച്ചോളി ധരിക്കണം. അടി പുള്ളെവിടെയൊക്കെ പുറത്തായിക്കോട്ടെ. അങ്ങനെ അടി തുടങ്ങി. 10ാമത്തെ അടി കിട്ടിയപ്പോ തന്നെ തലക്കടിയാണ് പൊട്ടി, 2 കണ്ടായി. പിന്നെ ബാക്കി 10 ഇവിടെ തന്നെ. അപ്പോഴാ പാകിസ്ഥാനി കണ്ണു നട്ട് ഇങ്ങനെ പഠിച്ചു, 10 അടിക്കൊരു തലക്കടി, അപ്പൊ 2 തലക്കടി എന്തായാലും വേണ്ടിയിരുന്നു. അപ്പൊ ഓനോ ആലോചിച്ച് എന്താ വേണ്ടേ, ഇച്ച് 2 തലക്കടിയാണെന്നാണ്. 2 തലക്കണി ചായയാണ്, ഇച്ച് 2 തലക്കടി വേണം. അപ്പൊ 2 തലക്കണി വെച്ചിട്ടി അടിയാണ് തുടങ്ങിയപ്പോ 15ാമത്തെ അടിയില് 2 തലക്കടി പൊട്ടി പഠിച്ചോനെ. അപ്പോഴാ നമ്മളെ നാട്ടുകാരെങ്ങനെ കാണുന്നുണ്ട്. ഓന് പിന്നെ വലിയ വേചാരൊന്നുമില്ല, ഓൻ പാട്ടുകാരനാണല്ലോ. ഓനെങ്ങനെ നോക്കിയിട്ട് ഓനെ വിളിച്ചു, അടി തുടങ്ങാൻ എനിക്ക് എന്തേലും വേണം. അതിലോ ഇച്ച് 20 അടി പോരാ, 50 അടി വേണമെന്ന്. കണ്ടങ്ങൾ നമ്മളെ മനസ്സ്. നിങ്ങൾ വിചാരിച്ചു ഞാൻ ഒരു ഗൗരവമുള്ള ആളാണ്, പാവങ്ങളാണ്, ഞങ്ങളെ ഭാഗം മൊത്തം പാവങ്ങളാണ്. ഓൻ പറഞ്ഞ് ഇച്ച് 20 അടി പോരാ, 50 അടി തേച്ച് വേണം. ഇനി ആരും ഈ തെറ്റ് ചെയ്യരുത്, ഇതൊരു പാടാകണം. ഞങ്ങള് മനസ്സിലാക്കില്ല, ഞങ്ങളെ ഈ തെറ്റ് ഇനി ഒരു മനുഷ്യൻ ചെയ്യരുത്. അതന്നെ, ഇനി ആരും ഈ തെറ്റ് ചെയ്ത് ഒരു പാടാവണം. സൗദി അറേബ്യയിലെ പോലീസുകാരും വിചാരിച്ചു മമ്പാട്ടുകാർ ഇത്ര നന്നായോ, വിചാരിച്ച മാതിരി വിചാരക്ക് അള്ളാഹുതആല ബർക്കത്ത് ചെയ്യട്ടെ. നല്ല മട്ടം കിട്ടും. നിങ്ങൾക്ക് അവിടെ മട്ടല്ലേ? എന്താണ് അറാഹത്തല്ലേ സൗണ്ട് അങ്ങനെ. അപ്പൊ ഓലിങ്ങനെ പോലീസുകാരും വിചാരിച്ചു ഇവർക്ക് നന്നായോ, നന്നായിക്കോട്ടെ, 50 അടിയാണ്, 50 അടി. എനിക്ക് എന്തെങ്കിലും ഓഫർ എനിക്ക് കൂടുതലും വേണ്ട, ആ പാകിസ്ഥാൻ എന്റെ പുറത്തൊരു തെറ്റിയാൽ മതിയാണ്. താലിക്കണിയല്ല, ആ പാകിസ്ഥാൻ. പിന്നെന്താണ്ടായത് അറിയില്ല, ഞാൻ പിന്നാണ് പോവുകയും ചെയ്തു. അള്ളാഹുതആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹുതആല റാഹത്തട്ടെ. ഞങ്ങളെ ഈ എണ്ണ എടുത്തിങ്ങനെ കണ്ടപ്പോ സൗദി അറേബ്യത്തിന്റെ സംഭവം അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് നോക്ക്, ഇബ്നു മസ്ഊദ് തങ്ങൾ ഉദ്ധരിക്കുന്നത് നോക്ക്. ഖാല റസൂലുള്ളാഹ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഓ പൊന്നുമോനെ, നീ എന്താണോ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നത് മുഴുവനും നിനക്ക് വരുന്നുണ്ട് കേട്ടോ. പൊന്നുമോളെ, നീ ആഗ്രഹിക്കുന്നത് മുഴുവനും ഇന്നക ലതൻദുറു ഇലൽ തയ്രി ഫിൽ ജന്ന. സ്വർഗത്തിൽ പോകുമ്പോ നല്ല നല്ല പക്ഷികൾ പറക്കുന്നത് കാണും. ആ കാണുന്ന പക്ഷികളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, അവഴെയൊന്ന് തിന്നാൻ കിട്ടിയിരുന്നുവെങ്കില്. ഇന്നക ലതൻദുറു ഇലൽ തയ്രി ഫിൽ ജന്ന. ആ സ്വർഗത്തിലൂടെ പാറിക്കളിക്കുന്ന തിന്നാൻ പറ്റുന്ന ജീവജാലങ്ങള്, ആ പക്ഷികളെ കാണുമ്പോ അതൊന്ന് കിട്ടിയെങ്കിൽ അതിനെ നീ ആരയിക്കുന്ന നേരോ ഫയഖിറു ബൈന യദൈക മശ്വിയാ,
നിന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല അത് ചൊവ്വായാക്കിയിട്ട് തരുമെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഒറിജിനൽ ചൊവ്വായ മണ്ണാർക്കാട് ടൗണിലല്ല. മഹാനായ നിബിതങ്ങൾ പറയാ സ്വർഗത്തിൽ പോയാൽ അവിടെയുണ്ട് ചൊവ്വായ. മഹാനായ നിബിതങ്ങൾ പറയുന്നു നീ എന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് ഫയഖിറു ബൈന യദൈക മശവിയാ, ചൊവ്വായാക്കിയിട്ട് നീ ആഗ്രഹിക്കുന്ന പറവകള് നിന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരുന്നുവെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മോഹിച്ചതൊന്നുണ്ട് ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരെടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട. നീ എന്തെല്ലാം മോഹിച്ചിട്ടുണ്ടോ ആ മോഹിച്ചത് മുഴുവനും നിനക്ക് അവിടെ കിട്ടാനുണ്ട്. അതിന് നീ ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല. ഒലിക്കുന്ന നീരെടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട. നിന്റെ മുമ്പിലൂടെ അല്ലാഹു തആല സ്വർഗലോകത്ത് പാലിന്റെയും തേനിന്റെയും കള്ളിന്റെയും അതേ വലിയ വലിയ സമുദ്രങ്ങൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാ മതി പാറുമേ പറയേണ്ട. സ്വർഗത്തിലുള്ള കട്ടിലിലേക്ക് കടന്നാൽ ആ കട്ടില് നിന്നെ കൊണ്ട് പറക്കാൻ തുടങ്ങുകയാ അന്തരീക്ഷത്തിലൂടെ. അവിടെ സഞ്ചരിക്കാൻ വാഹനം വേണ്ടതില്ല, അവിടെ നിനക്ക് കാറ് വേണ്ട, മറ്റു അതേ അല്ലാഹു തആല ദുനിയാവിൽ തന്ന ആധുനിക സംവിധാനങ്ങൾ വേണ്ട. നിന്റെ മനസ്സിൽ കരുതുമ്പോഴേക്ക് നിന്നെ കിടത്തിയിട്ടുള്ള നീ ഇരുന്നിട്ടുള്ള കട്ടില് വാനലോകത്തോടെ പാറി പളിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്നു ഇന്ന ഫിൽ ജന്നത്ത് ത്വയ്റൻ മിഥലൽ ബഖാതി. സ്വർഗത്തിൽ അല്ലാഹു തആല ചില പക്ഷികളെ നിർമ്മിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ പക്ഷികളെന്നോ മിഥുലൽ ബഖാതി, ഒട്ടകം പോലെയാ അതിന്റെ വണ്ണവും വലുപ്പവും. ഒട്ടകം പോലത്തെ നല്ല നല്ല പക്ഷികളുണ്ട് അവിടെ. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകം പോലത്തെ പക്ഷിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർണ്ണിക്കുമ്പോ അബൂബക്കർ തങ്ങൾ ചോദിച്ചു ഇന്നഹാല നായിമത്തു യാ റസൂലല്ലാഹ്, നബിയേ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണല്ലോ. അൻഅമ മിൻഹാ മൻ യഅകുലുഹാ, ഓ എന്റെ അബൂബക്കറേ അത് തിന്നാൻ കിട്ടിയ ആളുകൾ വല്ലാത്ത അനുഗ്രഹം കിട്ടിയ ആളുകൾ തന്നെയാ. വ അൻത മിമ്മൻ യഅകുലുഹാ യാ അബൂബക്കർ, ഓ അബൂബക്കറേ ഒട്ടകം പോലത്തെ ഈ പക്ഷികളെ നിനക്ക് അല്ലാഹു തആല വേവിച്ചു തരുന്നുണ്ട്. ആ വേവിച്ച് നൽകപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഒരാൾ നീയാ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയുമ്പോ ഓ എന്റെ ഉമ്മ എങ്ങനെയാ സ്വർഗത്തിലേക്ക് എത്തുക, ഏത് നിലക്കാ നമ്മൾ ആ സ്വർഗത്തിലേക്ക് എത്തുക, സ്വർഗത്തിലേക്ക് എത്താനുള്ള ചെറിയ വഴികൾ ഞാനെന്ന് പറഞ്ഞോട്ടെ. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്തണോ. അല്ലാഹു നമ്മളെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങൾ പാവങ്ങളാ, ദോഷികളാ, ഇവിടെ വന്നുകൊണ്ട് വിജ്ഞാനം പറയുന്ന സാധുവായിരിക്കോ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾക്കോ സ്വർഗത്തിലോട്ട് താജുലുലമ ഉള്ളാളത്തെ സയ്യിദവറുകളെ കൈപിടിച്ചു പോവാൻ നീ തൗഫീഖ് നൽക. الله يا شيخنا تاجا لعلماء انشراف كرما خذ بأيدينا دواما أنت تاج العلماء لا إله.
نحن من غلمانكم يا شيخنا يا دخرنا قد أتينا بابكم يا شيخ تاج العلماء لا إله الله لا إله إلا الله لا تردنا عبيدنا قاصدي حضرتكم خائبين خاسرين أنت تاج العلماء لا إله الله لا إله إلا الله محمد رسول الله സ്വർഗത്തിലോട്ട് കടക്കാൻ ഒരു ചെറിയ വഴികൾ ഹബീബായ നബി തങ്ങളെ ഹദീസ് വായിച്ചിട്ട് ഞാനെന്ന് പറഞ്ഞോട്ടെ. റസൂലുള്ള പറയുന്നത് നോക്കോ, 5 വക്ത് നിസ്കരിക്കുന്ന മുഅ്മിനേ, ഓ എന്റെ ഉമ്മ ശ്രദ്ധിക്കുന്നുവോ നിങ്ങള്? നബി തങ്ങൾ പറയുന്നു, മൻ ഖാല ദുബറ കുല്ലി സ്വലാ, ഓരോ വക്ത് നിസ്കാരത്തിനും പിന്നില് 5 വക്ത് നിസ്കാരം ഫർളായ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഒരാളെങ്ങാനും ചൊല്ലുകയാ, അല്ലാഹുമ്മ അഅതി മുഹമ്മദനിൽ വസീല, اللهم أعط محمدا الوسيلة، اللهم اجعل في الصديقين شهبتا وفي العالمين درجتا وفي المقربين ذكرا ഇനി തങ്ങൾ പറയുന്ന അല്ലാഹുമ്മ അഅതി മുഹമ്മദനിൽ വസീല, അതേ ഓരോ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ചൊല്ലിപ്പതിവാക്കിക്കോ. റസൂലുള്ള പറയുന്ന അല്ലാഹുമ്മ അഅതി മുഹമ്മദനിൽ വസീല, اللهم اجعل في الصديقين شهبتا وفي العالمين درجتا وفي المقربين ذكرا. ഈ ദിക്ർ എല്ലാ നിസ്കാരത്തിന് ശേഷം ഓരോ തവണ ഒരാൾ ചൊല്ലി പതിവാക്കുകയാണെങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ അഅതി മുഹമ്മദനിൽ വസീല, اللهم اجعل في الصديقين شهبتا، اللهم وفي العالمين درجتا وفي المقربين ذكرا എന്ന് പറയുന്ന ദിക്ർ ഒരു ദിവസം ഓരോ 5 വക്ത് നിസ്കാരത്തിൽ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, അവന് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ദബീഇ ശൈബാനി റളിയല്ലാഹു അൻഹു അവിടത്തെ കിതാബുൽ മുകഫിറാത്തു ദുനൂബി വ മൂജിബാത്തുൽ ജന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. ഇനിയോ എന്റെ ചെറുപ്പക്കാരോ, നമ്മളെല്ലാം അറിയാതെ പോയൊരു അമലുണ്ട്, നമ്മളെല്ലാം കൊച്ചായി കാണുന്നൊരു അമലുണ്ട്, നമ്മളൊന്നും കൂടുതൽ ശ്രദ്ധിക്കാത്തൊരു അമലുണ്ട്. ഏതാണ് ആ അമലെന്നറിയോ? നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു അമല് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇബ്നു ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കോ, ഖാല മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീന ഫീ യൗമിൻ വാഹിദിൻ ജമാഅ ഔ ഫുറാദാ, എല്ലാ ദിവസവും ഒരു മുഅ്മിനായ മനുഷ്യന് 20 മുഅ്മിനീങ്ങളോട് സലാം പറയുകയാണെങ്കിൽ അത് ഒരു വിഭാഗം ഒരു ജമാഅത്തിനോട് പറഞ്ഞാലും ഒറ്റക്ക് പറഞ്ഞാലും ശരി. റസൂലുള്ളാഹി പറയുന്ന മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോ ഒരു 20 ആളുകളോട് ഒരാൾ സലാം ചൊല്ലി പതിവാക്കുകയാണെങ്കിൽ ആ ദിവസം തന്നെ അവന് മരിക്കുകയും ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലോ. മഹാനായ മുഹമ്മദ് മുസ്തഫ
ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു കൂട്ടം 20 ആള്, 20 മുഅ്മിനീങ്ങളെ കണ്ടാല് ആ 20 മുഅ്മിനീങ്ങളോട് സലാം പറയാം. ദിവസം ഒരു 20 ആളുകളോട് സലാം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര ചാൻസ് ഉണ്ട് ചെറുപ്പക്കാർക്ക്. ഇന്നിപ്പോ സലാമിനൊന്നും ഒരു വിലയില്ല. സലാമൊക്കെ ഇപ്പൊ പഴയ പുതിയ ന്യൂ ജനറേഷൻ സലാം എന്ന് പറഞ്ഞാല് ASL. അപ്പൊ ഓൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വിടും VES. അതിന്റെ അർത്ഥം എന്താ? അച്യുതാനന്ദൻ എന്നല്ല, വാലൈക്കും അസ്സലാം. ഇതൊന്നും സലാമാവൂല. അതൊക്കെ നിങ്ങൾ പറയണ്ട. ടാങ്ക്സ് കിട്ടും. ഹലോ വിട്ടുവല്ലേ. അസ്സലാമു അലൈക്കും എന്ന് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് പറഞ്ഞോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 20 മുഅ്മിനീങ്ങളോട്, 20 മുഅ്മിനീനോട് ഇനി മുതൽ തീരുമാനിച്ചോളാം. റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ് ഇങ്ങനെ വായിക്കാം. പരിചയമില്ലാത്ത ആളുകളോട് സലാം പറയാത്തൊരു കാലം വന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇപ്പൊ പരിചയമുള്ളവരോട് തന്നെ പറയുക, പിന്നെ പരിചയമില്ലാത്ത ആൾക്കാരുടെ കാര്യം പറ. അവിടെ തന്നെ ഉമ്മമാരോട് എനിക്ക് ചിലത് പറയാണ്ട്. പുരുഷന്മാരോട് നിങ്ങൾ സലാം പറയാൻ പാടില്ല, ഹറാമാണ്. അന്യപുരുഷന്മാരോടും സ്ത്രീകള് ഉമ്മമാര് സലാം പറയാൻ പാടില്ല. ആ പള്ളിയിലെ ഉസ്താദ്, എവിടുത്തെ ഉസ്താദ് ആരും പാടില്ല. അത് സയ്യിദവറുകളല്ലേ. എന്ത് സയ്യിദവറുകൾ? അയാൾ ആണാണോ? ആണാണ് എന്ന നിലക്കാണെങ്കിൽ ആണുങ്ങളോട് സലാം. പള്ളിയിലെ മദ്രസ പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം ഉസ്താദ്. കുട്ടികളെ പഠിപ്പിക്കണം ഉസ്താദിനോടും പെണ്ണുങ്ങൾ സലാം പറയാനും പാടില്ല. അത് പെണ്ണാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉസ്താദ് അങ്ങോട്ട് മടക്കാനും പാടില്ല. ഉസ്താദിനോട് ഞാൻ മസാല പഠിപ്പിക്കണ്ട. ഉമ്മാർക്കുണ്ടാവുന്ന തെറ്റിദ്ധാരണ, നമ്മളെ വരിയിൽ മാസത്തിലൊരു ഇത് ചില കൊടുത്തിട്ട് അയാൾ സലാമന്നിട്ട് മടക്കില്ലല്ലോ എന്ന് തോന്നണ്ട ഞെറ്റുപ്പെടുത്തുമാരല്ല. ഇതിപ്പോ നമ്മളിപ്പോ ലൈവായിട്ട് KMIC-യിലൊക്കെ നമ്മളെ ലത്തീഫ് സാഹിബൊക്കെ പോയിട്ടുണ്ട്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ ഇന്നിപ്പോ നമ്മളിവിടെ ഒരു 10-50 ആൾക്കാരില്ല നോക്കണ്ട. നമ്മക്ക് പിന്നെ 10,000 ലക്ഷം ആൾക്കാർ വരില്ല. മനസ്സിലായില്ലേ? നമുക്ക് 2000 ഫ്ലെക്സ് അടിക്കണം എന്ന് ഇവിടുത്തെ കുട്ടികളോട് പറയാൻ പൂതിയില്ലായിട്ടല്ല, ഞങ്ങൾ ഈ SSFR ആയതുകൊണ്ടാണ്. കുറെ ആൾക്കാര് വന്ന ആൾക്കാരെ വണ്ണം പറയാനായിട്ട് വയലിന്റെ ഇടക്കിടക്കൊരു പറച്ചിലുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്തിനാത് പറയണേ? ഇവിടെ ഒരുമിച്ച് കൂടിയ ആൾക്കാരെ ലക്ഷമാണോ 10,000 ആണോ 1000 ആണോ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ 1-2 വയലിൽ കേട്ട അതിലൊക്കെ പറയുന്നത് ഈ പറച്ചില് ലക്ഷക്കണക്കിന് ആളുകളെ. ഇതൊക്കെ വെറും എന്ന് പറയാനുള്ള കൂലിയൊന്നും കിട്ടേണ്ട ഒരു കാര്യം ഞാൻ കേൾക്കില്ല. അള്ളാഹു തആല ഓൽക്കട്ടെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഉസ്താനെ തലയിൽ കയറരുത്. ഉസ്താന്റെ ബൈക്ക് വിട്ടിടേണ്ടി. തലയിൽ കയറി ഇരിക്കേണ്ടോടത്ത് ഇരിക്കേണ്ടി വരും. ഒരുപാട് ആൾക്കാർ മുമ്പ് ഇരുന്നിട്ടുണ്ട്, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പെടരുത്. നിങ്ങൾ പൈസ ഉണ്ടാക്കി എന്താക്കിയാലും വേണ്ടില്ല. ഒരു ബാലന് 50,000 രൂപ ഫീസ് വാങ്ങണം. എന്തിനു വെച്ചപ്പോ കുട്ടിയെ തിന്നാൻ കൊടുക്കാനാണ്. ആകെ 3 കുട്ടികൾ അയാൾക്കുണ്ട്. 50,000-ത്തിനൊക്കെ ദിവസം തിന്നനായി കുട്ടിന്റെ ഖജനാവ് എത്ര വലുപ്പുണ്ടാവും? വലിയ ബമ്പായിട്ട് പറയാം. കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ, അതിനാ 50,000 വാങ്ങണം. ഞമ്മക്ക് അതിന്റെ ഒരു 10% 5 കിട്ടിയാൽ മതി. ഇതിപ്പോ ഞാൻ ഇവിടുന്ന് പോകുമ്പോ ചിലപ്പോ ഉണ്ടാവും, അവസ്ഥ പോയി വരെ സലാം അലൈക്കും ഒരു കുലുക്കുണ്ടാവും. കാരണം നമ്മളെ SSFന്റെ കുട്ടികൾ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഓൽക്കപ്പോ അത് കടം വീടാൻ തന്നെ ഉസ്താദെ ഞങ്ങളെ നിങ്ങൾ നിൽക്കേണ്ട ഒപ്പം പൈസ പിരിച്ചുകളോന്ന് എനിക്കറിയില്ല. അല്ലാഹു തആല കടങ്ങളൊക്കെ വീട്ടിൽ തട്ടെ. ഓൽക്ക് ഇത് മുമ്പൊന്നും ഇതുവരെ ഒരു പൊതുപരിപാടി ഒരു വെച്ചിട്ടില്ലല്ലോ. ഇത് ലാസ്റ്റ് പരിപാടി ആക്കാതിരിക്കട്ടെ. അതിന് ആമി മാത്രം പോരാ, നിങ്ങൾ നല്ലോണം സംഭാവനയും കൊടുക്കണം. സംഭാവന ഞാൻ ചോദിക്കാതെ തന്നെ പല ആൾക്കാരും അതിന് ഒരുങ്ങിക്കുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ കാത്ത് എത്ര ചോദിച്ചാലും കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലക്ഷമൊന്നും വേണ്ട, നമുക്ക് ഏറി വന്ന 1,000 രൂപ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അത് വലിയ ഉഷാറല്ല. ആമീൻ. ആരോട് പിന്നെ പറയണ്ടോ? ആരാകെ നമ്മളെ പരിപാടി വിജയിപ്പിക്കണല്ലോ. ഇൻഷാ അല്ലാഹ് റബീഉൽ ആഖിറിന് ഒരു പരിപാടിയും കൂടി വെക്കണമെന്നുണ്ട്. അതിനിപ്പോ ഈ പരിപാടി എങ്ങനെ അത് അവസാനിക്കണമെന്ന് അറിയണമല്ലോ. ഇല്ല മോൻ അങ്ങനെയല്ല, ആയിക്കോട്ടെ. നിങ്ങൾ ഫെബ്രുവരിയിൽ വന്നാൽ മതി. ജനുവരിയിൽ എനിക്ക് ഡേറ്റ് ഇല്ല. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. മിഞ്ഞാന്ന് എനിക്ക് ഒരു വേദന പോയി, അവിടുന്ന് സൗണ്ട് പോയി.
അതിന് മുമ്പത്തെ ഒരു വേദന, അതിന് മുമ്പേ ഒരു സൗണ്ട് അങ്ങനെയും പോകും. ഇന്നിപ്പത്തെ തോന്നുന്ന സൗണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു. വിയാന്റെ കറാമത്താണ്. തമാശയല്ലേ, അങ്ങോട്ട് വരുമ്പോ ഒച്ചൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഉള്ള ഡ്രൈവറോട് പറഞ്ഞു, എന്താണ് കാട്ട, നിങ്ങളാ മൈക്കനെ മുമ്പ് വന്നാൽ തന്നെ സൗണ്ടോട് വരുന്നതാണ്. ഇനി പോന്റെ കരുന്നാ കാണാവോ? അല്ല, ഓർക്ക് പിന്നെ കറാമത്ത് നമ്മൾ പറയാൻ പറ്റില്ല. നാടൻ കറാമത്ത് നിന്നെങ്ങാനും ഓനോട് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. ആയിക്കോട്ടെ, അല്ലാഹു തആല ഓനും ബർക്കത്ത് ചെയ്യട്ടെ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീന ഫീ കുല്ലി യൗമിൻ ഫീ യൗമിൻ വാഹിദിൻ ജമാഅതൻ ഔ ഫുറാദാ, എല്ലാ ദിവസവും ഒരു 20 മുഅ്മിനീനോട് സലാം പറയുമെന്ന നിശ്ചയോ. ഓ എന്റെ ചെറുപ്പക്കാരാ, നമ്മളെ സ്നേഹിതന്മാരെ കാണുമ്പോ, കൂട്ടുകാരെ കാണുമ്പോ, പ്രായമുള്ളവരെ കാണുമ്പോ, ആലിമീങ്ങളെ കാണുമ്പോ, സാദാത്തുക്കളെ കാണുമ്പോ അഹങ്കരിച്ച് തലതായിട്ടിരിക്കുന്നതിന് പകരോ, ദുന്യാവിലേക്കൊന്നും ചിന്തയില്ലാതെ വെറും വാട്സപ്പിലേക്ക് നോക്കിയിരിക്കുന്നതിന് പകരോ സലാം പറയേണ്ട 20 ആളുകളെ നീ കണ്ടുവച്ചോ. അതിലൊന്ന് നിന്റെ ഉമ്മയുണ്ടായിരിക്കണോ, മറ്റൊന്ന് നിന്റെ പിതാവുണ്ടായിരിക്കണോ, ഒന്ന് നിന്റെ അയൽവാസി ഉണ്ടായിരിക്കണോ, മറ്റൊന്ന് നിന്റെ കൂട്ടുകാരനുണ്ടായിരിക്കണോ. ഇങ്ങനെ സദാ ബന്ധപ്പെടുന്ന കുടുംബങ്ങളോട്, പിന്നെ മാതാപിതാക്കളോട് സലാം പറഞ്ഞിട്ടൊരു 20 ആളുകളോട് സലാം പറയുന്നൊരു ശീലം നിനക്കുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വജബത് ലഹുൽ ജന്ന, അല്ലാഹു തആല അവന് സ്വർഗം കൊടുക്കുന്നുണ്ട്. കാരണം മുഅ്മിനീങ്ങൾ അവനക്ക് വേണ്ടി ദുആ ഇരക്കുകയാ. സലാം എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥന മാത്രമല്ലല്ലോ, അതിലൂടെ ഒരു പ്രാർത്ഥനയുമുണ്ട്, ഒരു കാഴ്ചവെക്കലുമുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മായുടെ സലാമ്, അമ്പിയ മഹാന്മാരായ ഔലിയാക്കളെ സലാമ്, ആലിമീങ്ങളെ സലാമ് കിട്ടിയാൽ വജബത്ത് ലഹു ജന്ന. ഓ എന്റെ ഉമ്മ, നിങ്ങളെ മരുമകളോട് നിങ്ങൾ സലാം പറയണോ. ഓ മരുമകളെ, നിന്റെ അമ്മായിമ്മയോട് നീ സലാം പറയണോ. നിന്റെ ഭർത്താവിനോട് നീ സലാം പറയണോ. മക്കളോട് നീ സലാം പറയണോ. ഇങ്ങനെ പരസ്പരം സലാം പറയുന്നൊരു ശീലം നിനക്കുണ്ടാവണോ. 20 ആളുകളോട് നിത്യമായി നീ സലാം പറയുകയാണെങ്കിലോ വജബത്ത് ലഹുൽ ജന്ന, അല്ലാഹു തആല അവന് സ്വർഗം കൊടുക്കുമല്ലേ. ഞാൻ പറഞ്ഞതല്ല, നബി മുഹമ്മദ് മുസ്തഫ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നോക്ക്, ഇൽമനൂ ലി സിത്തം മിൻ അൻഫുസികും അദ്മനു ലക്കുമുൽ ജന്ന. ഓ എന്റെ മുഅ്മിനേ, ഒരു 6 കാര്യം നിങ്ങൾ ഏറ്റെടുക്കുമോ? 6 കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് ഏറ്റെടുക്കുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാ. നിനക്ക് സ്വർഗം വേണോ? നിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തിക്കോളാ. കാരണം സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കില്ല ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ, മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് എന്റെ കൂടെ നിനക്ക് കടക്കണമെന്നുണ്ടോ? ഓ എന്റെ മുഅ്മിനേ, ഒരു 6 കാര്യങ്ങൾ നീ ഏറ്റെടുക്കണോ. ആ 6 കാര്യം നീ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് സ്വർഗം ഞാൻ വാങ്ങിത്തരാം അല്ലാഹുവിന്റെ അടുക്കൽ. ആരാ പറയുന്നത്? ഞാനല്ലല്ലോ. ഈ ലോകത്തെ, ഈ സ്വർഗത്തെ, ഈ കഅബാലയത്തെ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും പടക്കാൻ കാരണക്കാരനായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. ഏതാണ് 6 കാര്യങ്ങള്? ഏതാ നിങ്ങൾ ഏറ്റെടുക്കേണ്ട 6 കാര്യങ്ങള്? സ്വർഗത്തിന് പകരമായി ഹബീബിലേക്ക് നമ്മൾ സമർപ്പിക്കേണ്ട 6 കാര്യങ്ങളേതാ? ഉസ്തുഖോ ഇദാ ഹദ്ദസ്തോ, നിങ്ങളെ വർത്തമാനം പറയുമ്പോ സത്യം മാത്രമേ പറയാവൂ. കള്ളം നിങ്ങൾ ഉപയോഗിച്ചുകൂടാ. നിങ്ങൾ കള്ളം പറഞ്ഞുകൂടാ. സത്യം മാത്രമേ നീ പറയൂ എന്നെനിക്ക് വാക്ക് തരാമോ? നിനക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കാര്യം
കളവ് പറയരുത്. സത്യം മാത്രമേ പറയൂ. ഏത് വിഷയത്തിലായാലും. പിന്നെ അത്യാവശ്യ സമയങ്ങളിൽ കളവ് പറയാൻ നിർബന്ധമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതേതാ? ഇപ്പൊ ചിലപ്പോ രണ്ടാളുകൾ തമ്മിൽ തെറ്റി, ഓല രണ്ടാളെയും മസ്ലഹത്താക്കാൻ വേണ്ടിയിട്ട് എടാ അന്നെ പറ്റിയിട്ട് ഓന് നല്ലതേ പറയും. ഇപ്പൊ നല്ലത് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. ഞങ്ങളിപ്പോ ഞാനും അന്ന മുതലാളിയും കൂടി അന്യാജിക്കും കൂടി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചോളിയും കൂടി ഇല്ല. അള്ളാഹു തല സന്തോഷക്കാൻ തന്നെ നിലത്തി തരട്ടെ. അപ്പൊ അതിന്റെ ഇടക്ക് ഉമ്മി കൂടി സത്താഫിസ്ഥാവില്ലാണ്ട് പറഞ്ഞു കണിഞ്ഞോട് അന്ന മുതലാളി നിങ്ങളെ കുറിച്ച് നല്ലതേ പറയണം, മൂപ്പരിനെ പറ്റി പറയില്ല, അത് ചൊറപ്പാ. എന്നാലും മൂപ്പര് വന്ന കളവ അതെന്തിനാ ഞങ്ങൾ തമ്മിലുള്ള ആ കുയിന്തും കുശുമൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ കളവ, അത് നല്ലതാ. അപ്പൊ ചില സമയത്ത് അത് അനുവദനീയമായ കളവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചിലപ്പോ ഭാര്യനോട് ഭർത്താവ് ചിലപ്പോ ചെറിയൊരു വിടലൊക്കെ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു അത് ഒത്തുപോണല്ലോ. ഏത് നമ്മളിപ്പോ നല്ലൊരു സാരി വാങ്ങിന്ന് വെച്ചോളൂ, സാരി ആക്കണം, നമ്മ പുറത്ത് തന്നെ ആക്കാം. നല്ലൊരു 250 ഉറുപ്പിക നല്ലൊരു സാരി, നല്ലൊരു 250 കേൾക്കുമ്പോ തന്നെ പെണ്ണുങ്ങന്മാര് കല്ലെടുത്ത് എറിയാമോ. എവിടുന്നപ്പം കയറി തന്നെ വെച്ചു. മണ്ണാർക്കാട് പോയി വന്നപ്പോണ്ട് കോയമ്പത്തൂർന്ന് കിൻഡല് കണക്കിനെ കുറിച്ച് പുറത്ത് നിരത്തിട്ട് കണ്ടിങ്ങനെ ഏതെടുത്താലും 250 അയാളെടുക്കുക. അതൊന്ന് 250 വാങ്ങുക. വാങ്ങിയിട്ട് നേരെ അന്ന ടെക്സ്റ്റൈൽസ് പോയിട്ട് നല്ലൊരു കവറും വാങ്ങുക. എന്നിട്ട് ഇത് ഓക്കളെ കൊണ്ടുപോയി കൊടുക്കുക. ഓടും വിചാരിച്ചു അന്നീന്നല്ലേ നല്ല ടെക്സ്റ്റൈൽസ് തന്നെ അല്ലേ? അല്ല പിന്നെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സുന്നത്യമായത്തിന് ഒരുപാട് ഉപകാരം, നമ്മളെ അബ്റാറൊക്കെ ഒരുപാട് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു മഹാവ്യക്തി. ഞാൻ മൂപ്പരെ വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അടുത്തനാട്ടുകാർക്ക് മൂപ്പര് തരുന്നൊരു വിശ്വാസം ഉണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യാം. അവിടെ പിന്നെ ഇന്നെ സഹായിക്കാൻ ആരുമില്ല. അബ്റാറിന്റെ കീഴിലെന്ന് പറയാന്നല്ലാതെ പിന്നെ അബ്റാറിന് എമ്പാടും കടങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു വീട്ടിൽ തരട്ടെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഒരു അടുത്ത നാട്ടുകാരെ ഞങ്ങൾ ഏറ്റെടുക്കാൻ ഓൽക്കും പ്രയാസം തന്നെ. അൽഹംദുലില്ലാ. എന്നാലും ഇടക്കൊക്കെ ഉസ്താദൊക്കെ വിളിച്ച് ചോദിക്കലുണ്ട്, എന്തായി കടക്ക നല്ല മട്ടം പോലെ കേറുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെയുണ്ടല്ലോ, ചോദിക്കൂല പറയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിരിച്ചാൽ മതി. നാളെ ഇപ്പൊ ഞാൻ ചെല്ലുമ്പോ കുട്ടികൾ തിന്നാനൊന്നുമില്ല എന്നാൽ പണിയാവും. അവിടെ 3 ഉസ്താദ്മാര് പഠിപ്പിക്കണം. 3 ഇനിയും കൂട്ടിയിട്ട് 3 ആള്. അവിടെ 20 മുത്താലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. ഇടത്തനാട്ടുകാരന്റെ മതിൽ ഇപ്പൊ നിങ്ങൾക്ക് പറയണ്ട, മുജാഹിദിന്റെ കോട്ടയെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജുമാക്കൊക്കെ ബമ്പൻ ജന 3 തട്ടിലൊക്കെ ചിലപ്പോൾ ആൾക്കാരെ നിസ്കരിക്കുന്നുണ്ടാകും. ജമാഅത്തിന് ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും ആരും ചോദിക്കൂല. കാരണം പള്ളിയിലാരെയും വന്നാലെല്ലാം മൂല്യരുണ്ടോ അല്ലേന്ന് അറിയുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമേ അവിടെ അല്ല. ഇതുവരെ എത്ര സുഖത്തിൽ ജോലി ചെയ്തൊരു പള്ളിന്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ആരും അറിയില്ല. അല്ലെങ്കിൽ കാണാൻ ഹദ്ദാദിനൊക്കെ വന്ന ആദ്യമാർക്കൊരു നോട്ടം, മൂല്യരവിടെ ഒരു മൂല്യരില്ലെങ്കിൽ ഹദ്ദാദാണ് പുറത്ത് കയറില്ല. അവിടെ പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല, ആരുമില്ല ചോദിക്കാൻ. എന്നാ 2 ഉസ്താദ്മാരുണ്ടാനോ അല്ലാഹു തആല ഓൽക്കൊക്കെ നാഫിയായി വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഓൽക്ക് നമ്മള് ഒരാൾക്ക് 7000 രൂപ ശമ്പളം കൊടുക്കണം, ഒരാൾക്ക് 10,000 കൊടുക്കണം. അതിന് മെയിൻ മുദരിസിന് ആകെയുള്ള 10,000, രണ്ടാം മുദരിസിനും 10. അതൊക്കെ നമുക്ക് പോർക്കാം. അവിടെ ക്യാൻറ്റീനിൽ ചങ്ങാതിന്റെ ശമ്പളം കേൾക്കുമ്പോ വലിയ വിരാന്ന്. ഓന് 12,000 കൊടുക്കും, 2,000 ഇഞ്ചിലേറെ ആയിക്കോട്ടെ. കുട്ടിയൊക്കെ ഉറ്റി കൊടുക്കണമെങ്കിൽ അതുണ്ടാകണല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ അൽഹംദുലില്ലാ ഒരു 75,000 രൂപന്റെ അടുത്ത് നമുക്ക് മാസത്തിൽ ചെലവ് വരുന്നുണ്ട്. അത് നിങ്ങളെല്ലാം കൂടിയിട്ട് ഇപ്പോ അന്നാജിക്ക് തന്നെ വിചാരിച്ചു 1 മാസത്തെ ചെലവ് ഞാൻ തരാന്ന് വന്നു. നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അത് നിങ്ങൾ ആമീൻ പറയാൻ എങ്ങനെ ആജിക്ക് തരിക? അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അതേമാതിരി തന്നെ ഞാൻ ഇവിടുത്തെ പിരിവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു തണ്ടൽ തെണ്ടിയിട്ടില്ലെങ്കിൽ എന്റെ കുട്ടികൾ മൊത്തം തണ്ടേറ്റി വരും. അപ്പൊ നിങ്ങളൊന്നും തരേണ്ടി വരും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ അങ്ങനെ ഒരു പർദ്ദ വാങ്ങിയിട്ട് 250 രൂപേന്റെ പർദ്ദ ഒരു 10 രൂപേന്റെ കീസ് പൈസ എടുത്ത് വാങ്ങിയാലും ചെയ്യും. ഇതാണ് കൊണ്ടുപോയി കൊടുക്കുക. ഓളോട് പറയാം, ഇത് കണ്ടേ നീന്ന് വാങ്ങിയതന്നെ, ഈ ജായത് കൊണ്ട് വാങ്ങി തന്നെ, എന്നോടുള്ള സ്നേഹം കൊണ്ട്. എത്രയായിന്? അതൊന്നൊരു പ്രശ്നമില്ല. 1500 രൂപയായി. 2000 ആയാലെന്താ, 3000 ആയാലെന്താ, അനക്കല്ല ഇജ്ജ എടുത്തോ. ആ പോകുന്നു പഠിച്ചോനെ ഇങ്ങനത്തെ ഒരു മാപ്പിള്ളൊരു 3 കിട്ടിയാൽ മതി. കാരണം അത് ആ സ്നേഹം കൊണ്ടേ, മനസ്സിലായില്ലേ?
നിങ്ങളെ കരുണ കണ്ണീരില്ല കണ്ണിച്ചോരല്ലാതെ പറയും ചെയ്യരുത്. 250 നിങ്ങൾ 3500 പറയാം. അത് കുറച്ച് ഓവറായി പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ എന്തിനാ സ്നേഹം നിലനിർത്താൻ വേണ്ടിട്ട് ചെറിയ ചെറിയ കളവുകളാണ്. ഏതായാലും കേട്ടോ, അതിനൊക്കെ അള്ളാഹു താലാനോട് ഹിസാബ് പറയേണ്ടി വരും. ചോദ്യം വരും, ഇതെന്തിനാ പറഞ്ഞ്. ഉദ്ദേശം നന്നായതുകൊണ്ട് അള്ളാഹു പുറത്തിരുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്ക് സ്വർഗത്തെ കടക്കണോ, എന്നോട് നീ 6 കാര്യങ്ങൾ ഏറ്റെടുത്തു തന്നാൽ അതിന്റെ സ്വർഗം ഞാൻ ഏറ്റെടുത്തവനാ. അതേ റസൂലുള്ള പറയുന്നു, 1 വർത്തമാനം പറയുമ്പോ സത്യമായിരിക്കണം. വഔഫൂ ഇദാ വഅത്തും, കരാറ് ചെയ്താൽ അത് പൂർത്തീകരിച്ചോളണോ. ആരോടാണോ നീ വാക്ക് പറഞ്ഞത് ആ വാക്ക് നീ പൂർത്തീകരിച്ചോളണോ. അതെ, നിന്നെ അടുത്ത കാഴ്ച കണ്ടോളാ, നിന്റെ കാശ് ഞാൻ അടുത്ത ആഴ്ച തന്നോളാ എന്ന് പറഞ്ഞിട്ട് ആഴ്ച 1 കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് ഈ കടന്നയാള് വട്ടം കറക്കുന്ന സ്വഭാവം നിനക്കുണ്ടോ, സ്വർഗം പ്രതീക്ഷിക്കേണ്ടതില്ല. പള്ളിയിലേക്ക് സംഭാവന 10,000 രൂപ അല്ലെങ്കിൽ അബുറാർ സ്ഥാപനത്തിലേക്ക് ഒരു ദിവസത്തെ ചെലവ് ഞാൻ ഏറ്റിട്ടുണ്ട്. ഇത് ഏറ്റു എന്നല്ലാതെ പിന്നീട് ആ വഴിക്കാളെ കാണുന്നില്ല എങ്കിൽ നീ സ്വർഗം പ്രതീക്ഷിക്കേണ്ടതില്ല. കരാറ് പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചോളണോ. വഔഫൂ ഇദാ വഅതു, നിങ്ങൾ എന്തെങ്കിലും കരാർ ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുമെന്ന വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇനിയോ നീ 3ാമത് ഏറ്റെടുക്കേണ്ട കാര്യമെന്താ? സ്വർഗത്തിലേക്ക് കടക്കാൻ നീ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, നീ ഏറ്റെടുക്കേണ്ട 3ാമത്തെ കാര്യമെന്താ? വഅദ്ദു ഇദതുമിൽതു, നിങ്ങൾ വല്ല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടേക്ക് തന്നെ നീ തിരിച്ചേൽപ്പിക്കണോ. വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കുക, വിശ്വസിച്ചവനെ നീ വഞ്ചിക്കാതിരിക്കുക. ഇതാ നീ ചെയ്യേണ്ട 3ാമത്തെ കാര്യം. ഇനിയോ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നീ ഏറ്റെടുക്കേണ്ട 4ാമത്തെ കാര്യമേതാ? വഫ്ളൂ ഫുറൂജകോ, നിന്റെ ഗുഹ്യസ്ഥാനത്തെ നീ സൂക്ഷിച്ചോളുക. നിന്റെ ഗുഹ്യസ്ഥാനത്തേക്ക് നീ ഹറാമ് ചെന്നെത്തിക്കരുത്. നിന്റെ ഗുഹ്യസ്ഥാനം നീ സൂക്ഷിച്ചോളുക. വ്യഭിചാരത്തേക്ക് നീ എത്തിപ്പെടരുത്. ഹറാമായ രൂപത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നീ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കരുത്. വഫ്ളൂ ഫുറൂജകോ, നിന്റെ ഗുഹ്യസ്ഥയെ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പു തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. വീണ്ടും നബി തങ്ങൾ പറയുന്ന നിങ്ങൾ ഏറ്റെടുക്കേണ്ട 5ാമത്തെ കാര്യം ഏതാണെന്നോ? വഗല്ലൂ അബ്സാറകോ, നിങ്ങളെ കണ്ണ് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അന്യ പെണ്ണിനെ നിങ്ങളെ നോക്കിക്കൂടാ, അന്യ പുരുഷന്മാരെ പെണ്ണും നോക്കിക്കൂടാ. വഗല്ലൂ അബ്സാറകോ, നിങ്ങളെ കണ്ണ് നിങ്ങളെ തെറ്റിൽ നിന്ന് മാറ്റിവെക്കുമെന്ന് ഉറപ്പുണ്ടോ? അത് മനലക്കും, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അശ്ലീല സാഹിത്യങ്ങൾ വായിച്ചുകൊണ്ട്, അശ്ലീല ഫോട്ടോകൾ വായിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിന്റെ കണ്ണിനെ നീ മലീമസമാക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? നീ ഇതൊന്നും നോക്കുമ്പോ നിന്നെ കാണാൻ ആളുകളില്ല എങ്കിലും എല്ലാം കാണുന്ന രാജാതിരാജനായ അല്ലാഹുവുണ്ട്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖഫി സുദൂർ, നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ കാണുന്ന റബ്ബ്, മനസ്സാന്തരങ്ങളിൽ മറച്ചു വെച്ച കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന റബ്ബ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നബിയേ നിങ്ങളെ രക്ഷിതാവ് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷകനായ അല്ലാഹു തആല കാണുന്നുണ്ടല്ലോ എന്ന ബോധ്യത്തോടെ എന്റെ ഈ കണ്ണുകൊണ്ട് എന്നെ പെണ്ണിനെ ഞാനിനി നോക്കുകയില്ല. കമന്റടിക്കാൻ ഞാൻ കോളേജിന്റെ പിന്നിൽ നിന്ന് ചെല്ലും.
ചെല്ലുകയില്ല. ഉറപ്പ് തരാൻ പറ്റുമോ നിനക്ക് സ്വർഗം കൊണ്ട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാമ്യം നിൽക്കുന്നുണ്ട്. റബ്ബേ, ജീവിതത്തിൽ വന്നു ഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളോ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഓ എന്റെ ഉമ്മ, ഇവിടെ പല രാഷ്ട്രീയക്കാരും ജയിച്ചേക്കാം, തോറ്റേക്കാം. ആര് ജയിച്ചാലും ഇവിടെ ആഹ്ലാദ പ്രകടനത്തിന് പുറത്തേക്ക് കൂത്താട്ടം നടത്താൻ ചെറുപ്പക്കാര് ഔറത്ത് മറക്കാതെ തോന്നിവാസം ചെയ്യാൻ സുബ്ഹാനല്ലാഹ് നിസ്കാരത്തയമ്പുള്ള ഹാജിയാരാ മുമ്പിലുള്ളത്. എന്നിട്ടോ ബാൻഡ് സെറ്റ് മുട്ടിയിട്ട് നമ്മുടെ നാട്ടിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോ ഇശാ മഗ്‌രിബിന്റെ ഇടയില് എന്താണ് ആ റാലി പോകുന്നതെന്ന് നോക്കാൻ പുറത്തേക്കൊന്ന് പൊന്നുമോളെ, സ്വർഗത്തിന്റെ കാര്യം കഷ്ടം തന്നെ. മഹാനായ നിബിതങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഒരു കാര്യം, അബസാറക്കും, നിന്റെ കണ്ണിനെ നീ പൂട്ടിക്കൊള്ളുക. തെറ്റിലേക്ക് കണ്ണ് പോകൂല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ സ്വർഗം തരാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇനിയോ അഞ്ചാമത്തെ ആറാമത്തെ റസൂലുള്ള പറയുന്നേ, വഖഫൂ ഐരീകോ, നിങ്ങളെ മറ്റൊരാൾക്കും ശല്യം ചെയ്യരുത്. നിങ്ങളെ കൈകളെ കൊണ്ട് ഒരാളെയും ആക്രമിക്കരുത്. കൈകൊണ്ട് നിങ്ങൾ ആക്രമിക്കുന്നത് പറഞ്ഞാൽ അവരടിക്കൽ മാത്രമല്ലോ, അവരെക്കുറിച്ച് നിങ്ങൾ താളപ്പെടുത്തലോ, അവരെക്കുറിച്ച് നിങ്ങൾ എഴുതലോ, അവരെക്കുറിച്ച് നിങ്ങൾ വേണ്ടാത്തത് പ്രചരിപ്പിക്കലുമല്ലോ. വഖഫൂ ഐരീകോ, നിങ്ങളെ കരങ്ങളെ നിങ്ങളെ സൂക്ഷിക്കുമെന്നുണ്ടോ ഉള്ളവ ശല്യൂല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ? അവിടെ മതം നോട്ടമില്ല, രാഷ്ട്രീയ നോട്ടമില്ല, വിഭാഗം നോട്ടമില്ല, വിദഗ്ധ നോട്ടമില്ല. മനുഷ്യനാണോ എന്ന പരിഗണനയോടെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യൂല എന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അയൽവാസികളുടെ സ്ഥലം സുബ്ഹാനല്ലാഹ് പിടിച്ചു പറ്റുന്നവര് ഓരോ സ്ഥലങ്ങളിൽ ചെന്നാ അതിരുമാന്താനുള്ള തിരക്കില. അവന്റേത് എത്രയാ കിട്ടുന്നതിനൊരു കണക്കില്ലേ? എന്തിനാ മറ്റുള്ളവരത് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇനിയോ സുബ്ഹാനല്ലാഹ്, മീഡിയയിലേക്ക് ചെന്നാൽ എന്താ പറയേണ്ടതെന്നറിയില്ല, എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്നറിയില്ല. ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു വരത്തുന്നത് എന്താ, അതിന്റെ യാഥാർത്ഥ്യം അറിയാതെ ഷെയർ ചെയ്യാനുള്ള തിടുക്കത്തില് പൊന്നുമോനെ നിന്റെ ആ ഷെയർ ചെയ്യലുണ്ടല്ലോ, ആ ഷെയർ ചെയ്യൽ കൈകൊണ്ടുള്ള അക്രമമാണ് കേട്ടോ. വിവരത്തിന്റെ വ്യക്തമായ തെളിവറിയാതെ, വ്യക്തമായ തെളിവില്ലാതെ ഒരു മെസ്സേജും നമ്മൾ ഷെയർ ചെയ്തുകൂടോ. കാരണം അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്ത് കിട്ടിയാലും ഷെയർ, എന്ത് കിട്ടിയാലും ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ഫോട്ടോ വിട്ടാൽ മതി, ഔറത്ത് മറക്കാത്ത എന്നാ ഓന്റെ പകരം ലൈക്ക്. ഇതിന്റെ അർത്ഥം ഞാൻ ഈ സപ്പോർട്ട് ഉണ്ടടാന്ന്. ഗുഡ് എന്നല്ലേ എന്റെ അർത്ഥം. ഞങ്ങളോട് നിങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഉഷാറായിന്നല്ലേ അർത്ഥം. അതന്നെയല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? ഈ അശ്ലീലത നീ പരത്തിയത് നമ്മളെ സപ്പോർട്ടുണ്ട്. ഇങ്ങനത്തെ ഒന്നരെണ്ണം വിട്ടോട്. അല്ല നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ചോദിക്കും അല്ലാഹു. നമ്മളെ നെറ്റിന്റെ കണക്ഷൻ വെച്ചതും അതിനടച്ച പൈസയും അതിന് എത്ര മെസ്സേജിന് എത്ര MB വായിച്ചതൊക്കെ നമ്മളോട് ചോദിക്കും, ഒക്കെ ചോദിക്കും. ഒന്നും ചോദിക്കാതെ അല്ലാഹു തആല പെടൂല. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. രാഷ്ട്രീയം വേണം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല എന്ന് കരുതിയിട്ട് മറു രാഷ്ട്രീയക്കാരെ അവഹേളിക്കാൻ ഏത് ഇസ്ലാമാ നമ്മോട് പഠിപ്പിച്ചത്? പിന്നെ കുറെ ആൾക്കാര് സ്വർഗത്ത് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആലം പറയണ ഓൻ തന്നെ പോവും. അല്ലാഹു ആലം. ത്വരീഖത്ത് പോയി നമ്മൾ കഴിച്ച ശല്യം തീർന്ന് പിന്നെ കട്ടണ തിരിച്ചെടുത്തത്. അപ്പോഴാണ് പിന്നെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പടി ഇങ്ങനെ കയറി നമുക്ക് സ്വർഗത്ത് പോകാൻ വിളിച്ചെന്നായി കാട്ടിയത്. പറഞ്ഞിട്ട് തള്ളനെ പൊക്കി പൊടിച്ച സ്വർഗത്തേക്ക്. ഞാന് ഒരു രാഷ്ട്രീയക്കാരെ മാത്രമല്ല, എല്ലാരെ കാര്യം ഞാൻ പറഞ്ഞു. എല്ലാരും നമ്മൾ ആരെയാ പരിഹസിക്കുന്നത്?
ഒരാളെയും പരിഹസിക്കാം. LDF വേറെ UDF-നും പരിഹസിക്കരുത്, UDF വേറെ LDF-നും പരിഹസിക്കരുത്. പിന്നെ മതമല്ലാത്ത ആൾക്കാർ എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്കൊരു അള്ളയുണ്ട്, നമുക്കൊരു ഖുർആനുണ്ട്, നമുക്കൊരു നേതാവുണ്ട്, നബി മുഹമ്മദ് മുസ്തഫ. ആ റസൂലത പറഞ്ഞതിന്റെ അപ്പുറം പോകാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഇത് പറയാതിരിക്കാനും പറ്റൂല. പറയേ വേണം, പറയന്നെ വേണം. ഇതാരെങ്കിലും ഒരാൾ പറയണ്ടേ. അല്ലാഹു തആല സത്യം തുറന്നു പറയാൻ തൗഫീഖ് ചെയ്യാം. ഇനിയിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ കൂടെ നിന്നു എന്ന് കരുതിയിട്ട് അതാ അവിടെ പോയി വോട്ടിംഗ് ചെയ്ത് തിരിച്ചു വരോട് കൂടെ തീർന്നില്ല. പിന്നെ ദത്തിനായി കുലുമാലിന് നടക്കണം. എന്തിനാ നമ്മളീ തമ്മിലെല്ലാം പോണെ? ഒരാളെ കൊടി കീറി, മറ്റൊരാളെ പോസ്റ്റർ കീറി, വേറെ ആൾ വന്നപ്പോ കൊഞ്ഞനം കുത്തി, എന്തൊക്കെയെ കംപ്ലൈന്റ്. കലാപുണ്ടാക്കാൻ വേണ്ടി ഡൽഹിയിലൊരു പ്രശ്നം. സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു ചങ്ങായി ചാണകം ചവിട്ടിയതിന്റെ പേരിൽ അവനെ കാല് മുറിച്ച്. അത് തീരെ തലല്ലാത്തവൻ. ആ ചാണകം ചവിട്ടിയതിന്റെ പേരിൽ കാല് മുറിച്ച്. നിങ്ങൾ വായിച്ച പത്രത്തിന് സ്പോർട്സ് പേജിലൂടെ കാല് മുറിച്ച്.